കേട്ടോളൂ എന്റെ പരിപാടി. ആരെങ്കിലും വിട്ട് ഞാൻ ജെയ്സിനെ വിളിക്കും. അയാൾ വരുമ്പോൾ വളരെ സൗമ്യമായി ഞാൻ സംസാരിക്കും. എന്നിട്ട് മകനെ കൂടി ഈ നാട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെടും. ആ രാജകീയ നവവധുവിന് നൽകാൻ ചില വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ കരുതി വച്ചിട്ടുണ്ട്. ഒരു കിരീടവും മണിയുടെ അടയും. അത് കണ്ടാലുടെ അവളതെടുത്താണ്. അതോടെ അവളുടെ കഥ അവസാനിക്കും. വിഷം ഞാനതിൽ പുരട്ടി വെക്കുന്നത് അവളുടെ മാത്രമല്ല, അവളെ സ്പർശിക്കുന്ന സകലരുടെയും കഥ അവസാനിച്ചിട്ട് ഇതൊന്നും തീരുന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും അവനെ, എന്റെ മകനെ. ആരാണ് എതിർക്കാൻ? ആ ജെയ്സൺ സന്തതിനാശപ്പെടുത്തി ഞാൻ ഈ നാട് വിടും. ഇങ്ങനെ ജീവിച്ചിട്ട് നാടില്ല, വീടില്ല, പോയി ഒളിക്കാൻ ഇടമില്ല. പാത്രമാക്കി സൽക്കരിച്ചെന്നുള്ള കാരണത്താൽ ആവുന്നതൊക്കെ തുണയ്ക്കുവാൻ ഈ ഞങ്ങളിപ്പോ അയ്യോ പറയുന്നു അനുഭവിച്ചവൻ ഞാനാണ്. അവനെ ആ ജെയ്സനെ വേദനിപ്പിക്കാൻ ഞാൻ ചെയ്യും. നിശ്ചയം നിശ്ചയം ശ്രീകുലത്തിൽ പറഞ്ഞിട്ട് ഫലമില്ല. പോയി ജെയ്സനെ കൂട്ടിക്കൊണ്ടുവരിക. നിന്നെ തന്നെ ഇതിനായി അയക്കുന്നത് എന്തിനെന്നറിയുമോ? ഒരക്ഷരം പുറത്തു പറയരുത്. അയ്യോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനിതാ വന്നിരിക്കും. നിനക്കെന്നോട് വൈരമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ സ്വീകരിക്കുന്നു. പറയും, എന്താണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അല്പം മുമ്പ് ഞാൻ പറഞ്ഞതല്ല, അങ്ങ് ക്ഷണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കെന്നൊക്കെ അനിവാര്യമായിരുന്നപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ഭരണകർത്താക്കളുടെ ശത്രുത്വം സമ്പാദിച്ചു? എന്റെ നന്മയ്ക്ക് വേണ്ടി രാജകുടുംബവുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമാനായ ഭർത്താവിനെയല്ലേ ഞാൻ ശത്രുവായി കണ്ടത്. എന്തിനേറെ പറയുന്നു, പെണ്ണെന്തായാലും പെണ്ണ് തന്നെ, കഥയില്ലാത്ത. പക്ഷെ പുരുഷനായാൽ എന്നെ പോലെ ആവില്ല. ഇതാ നിന്റെ അച്ഛൻ. അച്ഛനോടുള്ള പിഴക്കമെല്ലാം ദൂരെ കളയും. അമ്മയോടൊപ്പം നിന്ന്
അച്ഛനെ അഭിവാദനം ചെയ്യും. അജ്ഞാതങ്ങളായ എന്തെന്ത് ബിന്ദുകളാണ് നിരക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ ഈ കൈ ഇനി എന്റെ നിരക്ക് എത്താനാ നീളാനാണ്. എന്നോട് ക്ഷമിക്കൂ മകൻ, എന്നോട് ക്ഷമിക്കൂ. എത്ര നാൾ കാത്തിരുന്നാണ് ഞങ്ങൾ പരിഭവമെല്ലാം പറഞ്ഞു നിന്നത്. അപ്പോൾ എന്നെ എനിക്ക് കൊല്ലാനേ കണ്ണേ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോ. ധൈര്യക്കുറവുണ്ടായിട്ടല്ല, അമ്മയുടെ വാക്കുകളിൽ അവിശ്വാസവുമേ. ഞാൻ എന്നോട് പറയണമെന്ന് ചോദിച്ചത് പകുതിയായോ? ശേഷിക്കുന്നത് കൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾ ഈ നാട് വിട്ട് പോകണമെന്നാണല്ലോ രാജകൽപ്പന. ഞാൻ ഈ നാട് വിടാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ മകൻ, അവൻ ഈ നാട്ടിൽ കഴിയാൻ സാധിക്കുന്നു. അവന്റെ അച്ഛനെ കൊണ്ട് ബാല്യം കഴിച്ചു കൂട്ടാൻ അവന് ഭാഗ്യം സിദ്ധിക്കുമോ? അങ്ങ് രാജാവിനെ കണ്ടൊന്ന് അപേക്ഷിച്ചാലും അങ്ങനെ നാട് കടത്തരുതെന്ന് സഫലമാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കും. എങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ നവവധു അവന്റെ അച്ഛനോട് ആവശ്യപ്പെടുത്തി. അവളോട് ഞാൻ എന്തിനാണെങ്കിലും ആവശ്യം. മറ്റുള്ള സ്ത്രീകളെ പോലെയാണ് അവളുമെങ്കിൽ അങ്ങേക്ക് അത് തീർച്ചയായും സാധിക്കും. ഈ സംരംഭത്തിൽ അങ്ങേ ആവുന്നത്ര സഹായിക്കാൻ ഞാനും ഉണ്ടാവും. അവൾക്ക് നൽകാനായി ചില വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മകൻ അവന്റെ കൈകൊണ്ട് തന്നെ ഇതവർക്ക് നൽകട്ടെ. മകനെ ഭാഗ്യവന്തുമായ അനുഭവത്തിന് ഈ സമ്മാനങ്ങൾ നൽകും. എന്ത് ഇതെല്ലാം വെറുതെ കൈയൊഴിയും. നിയോടയ്ക്കും ആഭരണത്തിനും കൈയോടിന്റെ കൊട്ടാരത്തിനുണ്ടോ വല്ല കുറവും? കളഞ്ഞു കുളിക്കാതെ കരുതി വയ്ക്കും കയ്യിൽ. അവൾ എനിക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുവെങ്കിൽ അതെന്റെ ഫലത്തെ എന്നെ തന്നെ. അങ്ങനെയൊന്നും പറയും. ദേവന്മാർക്കും സമ്മാനങ്ങൾ നിലകി പോകാറില്ല. എന്റെ മകന് വേണ്ടി സ്വർണ്ണമല്ല, ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ചെല്ലു മകനെ, ചെല്ലു. ആ മഹിമേടയിലേക്ക്, എന്റെ സ്വാമിയുടെ അടുത്തേക്ക്, നിന്റെ വീട് മാത്രം അടുത്തേക്ക് ചെന്ന ഉടനെ പറ്റെന്താണ് മകനെ എന്നിട്ട് രാജാവിനോട് അപേക്ഷിച്ചാൽ നിന്റെ നാട് കടത്തുന്നില്ല. രാജകുമാരി ആ സമ്മാനങ്ങൾ വാങ്ങി സന്തോഷമാക്കില്ല. നീ എത്രയും വേഗം എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ആ സന്തോഷമോർച്ചെന്ന് കേൾക്കാം. Yeah.
എന്റെ കയ്യിൽ നീക്കി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിന്റെ കാര്യം ഭദ്രമായി. ദൈവമേ, വാർത്തയ്ക്ക് ഇണങ്ങുന്ന വാക്കുകളല്ലല്ലോ ഇത്. അയ്യോ, ഇനി ഞാൻ അറിയാതെ ഒരു പരിശോധന പറഞ്ഞു. പിന്നെ എന്തിനീ കുനിഞ്ഞിരിപ്പ്? പിന്നെ എന്തിനീ കണ്ണുനീർ പാർക്കും? അല്പം ഒന്ന് ക്ഷമിച്ചാട്ടെ. എത്രയെത്ര അമ്മമാർ കുഞ്ഞുങ്ങളെ പിരിയിരിക്കുന്നു. സഹിക്കാം. അടുത്തേക്ക് വെക്കുന്നു. അമ്മേ, മകനെ, നിനക്കൊരു നാടും വീടും ഉണ്ടായിരുന്നു. ആരോരുമില്ലാത്ത എന്നെ ഉപേക്ഷിച്ച് അമ്മയില്ലാത്തവനെ നിനക്ക് എന്നും ഇവിടെ കഴിയും. നാട് കടത്തപ്പെട്ട ഞാനില്ലാ പോകുന്നു. ഏതെങ്കിലും നാട്ടിലേക്ക് എന്റെ അതിർത്തിയുമാകുന്നവർക്കാണ് നിനക്ക് വിവാഹബന്ധം സമയത്താണ് നിന്റെ മണവാട്ടി ഒരുക്കാതെ ഞാൻ നിന്നെ കിട്ടിയിട്ടുണ്ട്. എന്റെ മകനെ, നീ എന്തിനിങ്ങനെ പുഞ്ചിരിക്കുന്നു? ഈ ബലികർമ്മത്തിന് സാക്ഷ്യം നിൽക്കുന്നത് പാപമെന്ന് കരുതുന്നവർ പോകട്ടെ അവരുടെ പോക്കിന്. ഇനി ഞാൻ മാന്തിക്കാൻ പാടില്ല. എനിക്കാദത്തിന്റെ നരക പീഡകളുമായി അവർക്ക് കുത്തിയും ഞൊട്ടിയും കൊല്ലാൻ എന്റെ മകനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തായാലും അവൻ മരിക്കണം. പിന്നെ എന്തിനത് മാറ്റി വെക്കണം? അവർക്ക് കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തൊരാശേഷിക്കുന്നു, എന്തൊരു ബോധം. ഞാൻ എന്ത് ചെയ്യണം? പോകും, പോകുന്നവരെ ഒപ്പിക്കാൻ കഴിയും. ദുഃഖം എന്നെ ദുർബലയാക്കുന്നു. ഓടിക്കോ, ഓടിക്കോ. അങ്ങനെ ഓടിപ്പോയി നിന്നുണ്ട്. ആ രാജകുമാരി മരിച്ചു. അവരുടെ അച്ഛൻ ക്രയോണ്. ഇതൊരു നല്ല വാർത്ത. രാജരക്തം ചിന്തി മഹാഭാവം ചെയ്തിട്ട് ഒരു കൂസലില്ലാതെ ഇരിക്കുന്നു. രക്തം കൂട്ടാതെ ചങ്ങാതി, എനിക്ക് മുന്നിൽ ചിലത് പറയാം. എങ്ങനെയാണ് അവർ മരിച്ചത്? ഞാൻ അഭിലഷിച്ചതുപോലെ തന്നെ അവർക്ക് ലഭിച്ചു എന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ മുമ്പത്തെ കളിയുടെ സന്തോഷമായിട്ട് നിങ്ങൾ എനിക്ക് പ്രദാനം ചെയ്യുക. അവന്റെ അച്ഛനും ഒന്നിച്ചു പുതുതായി തീർത്ത മണിയറ മന്ദിരത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാട് ദുഃഖിച്ചിരുന്ന ആശ്രിതരായ ഞങ്ങളെല്ലാം സന്തോഷിച്ചു. സ്വാമിനിയും യജമാനും തമ്മിലുള്ള പിണക്കമെല്ലാം തീർന്ന് രമ്യതയിലായൊരു വാർത്ത ചെവിക്ക് ചെവി അവരെല്ലാം പരന്നു. എത്ര സന്തോഷത്തോടെയാണല്ലോ ഞങ്ങൾ അവരെ സ്വീകരിച്ചത്. ചിലർ കുഞ്ഞി കൈപിടിച്ച് ഉമ്മ കൊടുത്തു, മറ്റു ചിലർ ആ പൊന്നിൻ തലത്തിൽ മാടി ഒതുക്കി. സന്തോഷത്തിന്റെ കൂടുതൽ കൊണ്ട് ഞാൻ അവരുടെ കൂടെ അന്തപ്പുരം വരെ പോയി. അവിടെ ഞങ്ങളുടെ സ്വാമി ഇപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കുന്നത് സ്വാമി എന്ന ആനന്ദത്തോടെ യജമാനെ തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
എപ്പോൾ കുഞ്ഞിന്റെ തലവെട്ടം അടുത്ത് കണ്ടോ അപ്പോ തട്ടം വലിച്ചിട്ട് മുഖം വെട്ടിച്ചുകൊണ്ട് ഒരു ഒറ്റ ഇറങ്ങിപ്പോക്ക് ഇറങ്ങി ഓടിച്ചെന്ന് എന്തെല്ലാം പറഞ്ഞെന്നോ യജമാനൻ. ആ ചെറുപ്പക്കാരിയുടെ പിണക്കമൊന്നും ഇല്ലാതാക്കാൻ സ്നേഹമുള്ളവരോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്നത്, സ്നേഹമുള്ളവരോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്നത്, സ്നേഹമുള്ളവരോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്നത്. നിന്റെ ഭർത്താവിന്റെ മിത്രങ്ങൾ, നിന്റെ ഈ മിത്രങ്ങൾ ആ നല്ല മുഖം നിങ്ങൾക്ക് തിരിച്ചു ഇവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. സമ്മാനങ്ങൾ, വിവാഹ സമ്മാനങ്ങൾ, ആഭരണങ്ങൾ. ഇത് സ്വീകരിച്ചാൽ രാജാവിനോട് പറയാം ഇവരെ ആചാരത്തിൽ നിന്നും ഒഴിവാക്കും. ആ മണിക്കുപ്പായവും മറ്റും കാണാത്ത താമസം ആനന്ദം കൊണ്ട് മതിമറന്ന് രാജകുമാരി ഭർത്താവ് പറഞ്ഞതെല്ലാം അങ്ങ് സമ്മതിച്ചു. ആ അച്ഛനും മകനും മുറിയിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ തന്നെ ആ വിഴുങ്ങുന്ന മണിക്കുപ്പായം ഭക്തിയോടെ വലിച്ചെടുത്ത് ഒരൊറ്റ അടിയൻ തലമുടി മാടി ആ പൊൽക്കിരിയുടെ ചാക്കി എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ആ പ്രതിബിംബം നോക്കി മുന്തിരിക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ കാലെടുത്ത് വെച്ചു. രാജകുമാരി ആ മുറിയിലങ്ങ് നൃത്തം തോന്നി. സമ്മാനം കണ്ട് സന്തോഷിച്ച് അവർ അവിടെല്ലാം തുള്ളിച്ചാടി. ഇടയ്ക്കിടയ്ക്ക് നൃത്തം നിർത്തി തല തിരിച്ചും തിരിച്ചും പാദം വരെയുള്ള മണിക്കുപ്പായത്തിന്റെ അഴക് നോക്കി രസിക്കുകയും എത്ര പെട്ടെന്നാണ് ആ മട്ടൊക്കെ മാറിയത്. അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. മുഖത്തിന്റെ നിറമേ മാറി, വിളറി വെളുത്ത്, മുട്ടുവിറച്ച്, കാലി വേച്ച്, ഒരു വിധത്തിൽ പിറകോട്ടാഞ്ഞൊരു വീഴ്ച. ഏത് ബോധ കൂടി ഉപദ്രവിക്കുകയാണെന്ന് കരുതി പ്രായത്തുള്ള ഒരു വാലക്കാരൻ കരയാൻ തുടങ്ങി. ഒടുവിൽ വായിൽ നിന്ന് വെളുത്ത നിറയും പതയും ചാടി കണ്ടുവട്ടം കറങ്ങി മുഖം വിളറിയപ്പോൾ സ്ത്രീകളെല്ലാം കൂടെ ഒരു കൂട്ടം നിലവിളി ഓടി രാജാവിന്റെ അടുത്തേക്ക്, വേറെത്തി യജമാനന്റെ അടുത്തേക്ക്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടോട്ടം. കൊട്ടാരത്തിലാകെ കോലാഹലം. കണ്ണടച്ച് പെട്ടെന്ന് ബോധം വീണപ്പോ പിടഞ്ഞെഴുന്ന പ്രാണവേശത്തിൽ കൂടി അവരെ ഉരുക്കി കൊല്ലുകയല്ലേ. പൊൻകിരീടം തലയിൽ പറ്റിപ്പിടിച്ച് ഉരുകി ഉരുകി എല്ലാം ഒഴുകുന്ന ഒരു തീയാണ് പടരുകയായി. ആ കുഞ്ഞു കൊടുത്തയച്ച മണിക്കുപ്പായം ദൈവമേ പട്ടുപോലുള്ള ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് കിളിഞ്ഞിറങ്ങാൻ ആ നശിച്ച കിരീടം തലയിൽ പറ്റിപ്പിടിച്ച് ആണിയടിച്ചിറക്കിയതുപോലെ അതുകൊണ്ട് കുറച്ചു കയറുകയും തലമുടിയിലൂടെ തീ പഴന്നപ്പോൾ തിരിച്ചറിയാൻ വയ്യാത്ത ആ കോലം താഴെ വീണു. ആ കണ്ണെവിടെ, ആരാധകനെവിടെ?
കടലൊലിച്ച് ചാടുന്നത് പോലെ ഉരുകിയ രക്തവും മാംസവും ശരീരത്തിൽ നിന്ന് ഒഴിച്ചുകൊണ്ടേയിരുന്നു. മരത്തിന്റെ പട്ടയണിരുന്നത് പോലെയാണ് ശരീരത്തിൽ നിന്നും മാംസം അടർന്നു വീണത്. അയ്യോ, ആ കാഴ്ച അതാരും കണ്ടു നിൽക്കുന്നതല്ല. ഞങ്ങൾ അടുത്ത് ചെല്ലാൻ പോലും ഭയന്നു. എന്തൊരു മരണമായിരുന്നു അത്. ഒന്നും അറിയാതെ രാജാവ് ഓടി കിടച്ചു വന്ന് ആ മകളുടെ ദേഹത്ത് കെട്ടി വീണ് ആദ്യം കെട്ടി കുത്തിയെ. കൊണ്ടുപോയിരുന്നെങ്കിൽ ഒടുവിൽ ആ കണ്ണുനിരുന്ന് തോന്നും പതുക്കെ വേഗം എണീക്കാൻ തുടങ്ങിയപ്പോൾ പൊങ്ങണമല്ലോ. ലാറൽ മരത്തില്ലെങ്കിൽ ഹൈവേ പടർന്നു പോലെ ആ കുപ്പായമെല്ലാം കൂടി രാജാവിന്റെ ദേഹത്ത് അള്ളി പിടിച്ചിരിക്കുന്നു. അവിടെ മരപ്പിടുത്തമൊന്നും പറയണ്ട. മുന്നോട്ടാല് മുറയ്ക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ നെല്ലെ കൊട്ടിപ്പിടിച്ചിരിക്കുന്നു. മകളുടെ ശവം കഴുത്തുകൾക്ക് വലിച്ചപ്പോൾ പച്ച മാംസം എലുമ്പിൽ നിന്നും അടയുന്നുണ്ടായി. പിന്നീട് അധികമൊന്നും വേണ്ടി വന്നില്ല. അന്ത്യശ്വാസം വരുന്നു. ആ അച്ഛനും മകളും അടുത്തടുത്ത് തൊട്ട് അതാ മരിച്ചു കിടക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാനില്ല. ജനനാശത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചോളൂ. മനുഷ്യ ജീവിതത്തെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തൊരു നിറം മങ്ങിയ നിര. മഹിളകളെ, ഞാൻ വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ മകനെ കൊണ്ട് ഞാൻ ഈ നാട് നിഷ്ഠൂരമായ അന്യവസ്ഥത്താൽ നിന്ന് വഴിക്കാൻ അവൻ കാത്തവെങ്കിൽ എന്തായാലും നിർത്തണം. എന്നാൽ അന്യകര സ്പർശമെടുക്കാതെ എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. സ്വന്തം അമ്മയുടെ കൈകൊണ്ട് അതിശക്തമായ ദക്ഷിണസ്ഥലം എടുക്കുവാൻ കടക്കും മുന്നോട്ട്.
ഞാൻ നേർത്ത ഉപയോഗിച്ച് പേര് വന്നു. എന്റെ രക്തം, എന്റെ മാംസം ദിവസത്തേക്ക് വേണ്ടതിലേറെ കൊല്ലുന്നുവെങ്കിൽ നിനക്ക് ഇവനെന്നും പ്രിയപ്പെട്ടവരായിരുന്നു. ഞാൻ എന്തൊരു ഭാഗ്യദോഷിയാണ്. ഭാഗ്യദോഷിയായ അമ്മയാണ്. അല്ലെങ്കിൽ പലായനം ചെയ്തു എവിടെ പോയി ഒളിക്കുവാനാണ് അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ പോയി തുണയത്ത് എവിടെയെങ്കിലും. എനിക്ക് എന്റെ മകനെ പറ്റിയാണ് ബന്ധം. എനിക്ക് അവന്റെ ജീവൻ രക്ഷിക്കണം. അന്ധകാരത്തിൻ മണിയറയ്ക്കുള്ളിലോ അന്ധതീ വന്നെത്തി ഭാഗ്യഹീനൻ. അവൾ എന്നെ കൊല്ലുവന്നു. നിന്മകനയ്യോ ഒഴിച്ചൊരാ പൂവിതൽ കഷ്ടിടാ വെള്ളേ കടലുറന്നു വന്ന മകനെ ഹരിച്ച എന്നെ അന്വേഷിച്ചോടെ പുറപ്പാട്. പാടുകയില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പ്രപിതാമഹനായ സൂര്യൻ ഭഗവാൻ അയച്ചിരുന്നതാണ്.
നിനക്കെങ്ങനെ കരുത്തുണ്ടായി? നിന്നെ കൊണ്ടുവരും. ഏകാന്തതയിൽ ഞാനും ആശ്വസിച്ചു കൊള്ളട്ടെ. ഉരിയാകാൻ മകനില്ല, ആശ്വസിപ്പിക്കാൻ പത്നിയില്ലാതെ തകർന്നു തകർന്ന് തകർന്ന് തരിപ്പണമായി. ദൈവമേ, ഈ നാടകത്തിൽ അഭിനയിച്ചവരെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും പരിചയപ്പെടുത്തുന്നു. ആദ്യം നാടകത്തിലെ അഭിനേതാക്കൾ ഗായക സംഘമായും കൂട്ടത്തിലെ സ്ത്രീകളായും അഭിനയിച്ചവർ ശ്രീരാജ് ആർ, അജയൻ പി വി, സുധീർ ബാബു സി എസ്, പ്രേംദാസ് എ ടി, പ്രിയരാജ് ജി, സന്തോഷ് എ ആർ, ദിനേശൻ കെ വി, ദിലീപ് കുമാർ കെ എസ്. മീഡിയ ആയി അഭിനയിച്ചത് മുത്തുമണി സോമസുന്ദരം. മീഡിയയുടെ കുട്ടി ആദിത്യ ബാബു. കുട്ടിയുടെ പരിചാരകൻ ദിനേശൻ കെ വി. ക്രൈവൻ രാജാവ് അജയൻ ടി വി. ജെയ്സൺ സെൽവരാജ് ബി ആർ. ഏഡൻസിന്റെ രാജാവായ ഇ എസ് പ്രേംദാസ് എ ടി. സന്ദേശവാഹകർ സുധീർ ബാബു സി എസ്, പ്രിയരാജ് ജി. നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ രമ്യ. നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ നാടക രചന 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യൂറോപ്പിഡീസ്. പരിഭാഷ പുതുശ്ശേരി രാമചന്ദ്രൻ. സെറ്റ് ദിനേശൻ കെ വി. സെറ്റ് സഹായികൾ ശ്രീരാജ് ആർ, ദിലീപ് കുമാർ കെ എസ്. കലാസംവിധാനം അജയൻ ടി വി. രംഗവസ്തുക്കൾ സുധീർ ബാബു സി എസ്. കോസ്റ്റ്യൂംസ് ജോയി ടി വി. ഡോക്യുമെന്റേഷൻ രാജൻ നമ്പൂതിരിപ്പാട്. സംഗീത സംവിധാനം ബിജിബാൽ എം. ബിജിബാൽ എം, സെൽവരാജ് ബി ആർ എന്നിവർ. പിന്നണിയിൽ എ ആർ സുബ്രഹ്മണ്യൻ, കിഷോർ എം കെ. കൊറിയോഗ്രാഫി നാരായണൻ എബ്രാന്തരി.
ദീപം സംവിധാനം ജയപ്രകാശ് ഉണ്ണികൃഷ്ണൻ. നിർമ്മാണ നിർവഹണം പ്രേംദാസ് എ ടി. നാടക സംവിധാനം ചന്ദ്രദാസ്. നാടകം അവതരിപ്പിച്ചത് ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളോട് ചേർന്ന് ഇതിന് വേണ്ടിയൊരുക്കിയ എറണാകുളം ഫൈനാൻസ് സൊസൈറ്റി ഭാരവാഹികൾക്ക് ഞങ്ങളുടെ വളരെ 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 നന്ദി.